പ്രവാസലോകത്തെ വാർത്തകൾ. പാസ്പോർട്ട് അപേക്ഷകർക്ക് പുതിയ മാർഗനിർദ്ദേശവുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ഫോട്ടോയ്ക്ക് പുതിയ മാനദണ്ഡം നിശ്ചയിച്ചു. സെപ്റ്റംബർ 1 മുതൽ തീരുമാനം നടപ്പാക്കുമെന്നും ഇന്ത്യൻ കോൺസുലേറ്റ് വ്യക്തമാക്കി. പുതിയ ഫോട്ടോ മാനദണ്ഡങ്ങൾ നിർബന്ധമാക്കുന്നതോടെ മിക്ക പ്രവാസികൾക്കും പാസ്പോർട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ പുതിയ ഫോട്ടോ എടുക്കേണ്ടി വരും. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ഫോട്ടോകളാണ് ഇനി മുതൽ ആവശ്യം. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ മാറ്റം. തലയും തോൾഭാഗവും ഉൾപ്പെടുന്ന ക്ലോസപ്പ് ചിത്രമായിരിക്കണം അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടത്. കളർ ഫോട്ടോ തന്നെ നൽകണം. ഏതെങ്കിലും വിധത്തിലുള്ള ഫിൽറ്ററോ എഡിറ്റിംഗോ പാടില്ല. വെള്ള ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. കണ്ണുകളടക്കമുള്ള ബയോമെട്രിക് വിവരങ്ങൾ കൃത്യമായി ലഭിക്കാൻ ക്യാമറയിലേക്ക് നേരിട്ട് നോക്കുന്ന വിധത്തിലാകണം ചിത്രം. മുഖമോ കണ്ണുകളോ മറയ്ക്കുന്ന വിധത്തിൽ മൂടിക്കിടക്കരുത്. മുഖം വ്യക്തമായി കാണണം. കണ്ണിലെ കൃഷ്ണമണിയിൽ നിഴലോ പ്രതിബിംബങ്ങളോ പാടില്ല. മുഖത്ത് വെളിച്ചക്കുറവോ നിഴലോ ഉണ്ടാകരുതെന്നും വാ തുറന്നു പിടിച്ചുള്ള ചിത്രങ്ങൾ അംഗീകരിക്കില്ലെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വദേശിവൽക്കരണം വേഗത്തിലാക്കി കുവൈറ്റ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടി. സ്വദേശിവൽക്കരണം വേഗത്തിലാക്കാനും വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് കുറയ്ക്കാനുമാണ് കുവൈറ്റിൽ നടക്കുന്നത്. സ്വദേശികളെ നിയമിക്കേണ്ട ജോലികൾ വിദേശികളെ ജോലിക്കെടുത്താൽ ഉയർന്ന ഫീസ് ചുമത്തും. പൊതുമേഖലാ തൊഴിലുകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സ്വദേശികൾക്ക് അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക എന്നിവയാണ് ലക്ഷ്യം. പുതിയ നിയമനിർമ്മാണങ്ങൾ, പ്രത്യേക പരിശീലന പരിപാടികൾ, കുവൈറ്റ് സ്വദേശികൾക്ക് അനുയോജ്യമായ തസ്തികകൾ, പ്രവാസികളെ നിയമിക്കുന്നുള്ള ഫീസ് ഉയർത്തൽ തുടങ്ങിയവയാണ് പദ്ധതികൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബിസിനസ് പ്രീമിയം ക്ലാസ് വിമാനയാത്രയ്ക്കുള്ള GST ഉയർത്താൻ നീക്കമിട്ട് കേന്ദ്ര സർക്കാർ. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് തിരിച്ചടി. GST 12% നിന്ന് 18% ഉയർത്താനാണ് നീക്കം. നിലവിൽ ആഭ്യന്തര ഇക്കണോമി ക്ലാസ് ടിക്കറ്റുകൾക്ക് 5% GST ആണ് ബാധകമായിരിക്കുന്നത്. പ്രീമിയം, എക്കണോമി, ബിസിനസ്, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾക്ക് 12% നികുതിയാണ് ചുമത്തിയിരുന്നത്. സെപ്റ്റംബർ 22ഓടെ പുതിയ GST നിരക്കുകൾ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ചില ഇനങ്ങൾക്ക് നിരക്ക് കുറയ്ക്കാൻ കഴിയുമെങ്കിലും പ്രീമിയം വിമാനയാത്രയ്ക്ക് ഉയർന്ന GST നൽകേണ്ടിവരും. മലയാളി പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായി മാറും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇനി കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാം. ടിക്കറ്റ് നിരക്കിൽ വൻ ഇളവുമായി എയർ അറേബ്യ. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് കുറഞ്ഞ നിരക്കിൽ വൺവേ ടിക്കറ്റുകൾ പ്രഖ്യാപിച്ച് എയർ അറേബ്യ. സെപ്റ്റംബർ 5 വരെയുള്ള കാലയളവിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്കാണ് ഈ പ്രത്യേക നിരക്കുകൾ ലഭിക്കുക. സെപ്റ്റംബർ 15നും നവംബർ 30നും ഇടയിലുള്ള യാത്രകൾക്കാണ് ഈ ഓഫർ ബാധകമായിട്ടുള്ളത്. സീറ്റുകളുടെ ലഭ്യത ആശ്രയിച്ചായിരിക്കും ഓഫറുകൾ ലഭിക്കുക. അബുദാബിയിൽ നിന്ന് കൊച്ചി, ചെന്നൈ എന്നിവിടങ്ങളിലേക്കും റാസൽ ഖൈമയിൽ നിന്ന് കോഴിക്കോട്ടേക്കും 5700 രൂപയ്ക്ക് ടിക്കറ്റുകൾ ലഭിക്കും. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ടിക്കറ്റ് നിരക്കിളവ് വലിയ ആശ്വാസമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAEയിൽ സൈബർ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ നേരിട്ടത് 33,165 സൈബർ ആക്രമണങ്ങൾ. സൈബർ ആക്രമണങ്ങൾ കാരണം ബാങ്കിന്റെയും ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും പ്രവർത്തനം 200 മിനിറ്റിലേറെ തടസ്സപ്പെട്ടു. UAEയിലെ സൈബർ വിദഗ്ധർ ഈ ആക്രമണങ്ങളെ ഫലപ്രദമായി തടഞ്ഞു. 2025 ആദ്യ പകുതിയിൽ ആഗോളതലത്തിൽ 80 ലക്ഷത്തോളം സൈബർ ആക്രമണങ്ങളുണ്ടായി. AI ഉൾപ്പെടെ നവീന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള ആക്രമണങ്ങൾ വെല്ലുവിളി ഉയർത്തുന്നതായി സൈബർ സുരക്ഷാ വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.